ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞങ്ങള് കാപ്പഡോഷ്യ, അതായത് ടർക്കിയിലുള്ള കാപ്പഡോഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ട് എയർ ബലൂണൊക്കെ കഴിഞ്ഞ് സിറ്റി ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാപ്പഡോഷ്യയിലെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒരു ഡേ ടൂറാണ്. രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. അപ്പൊ നമുക്ക് കാപ്പഡോഷ്യയിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. ബൈ. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ഇമാജിനേഷൻ വാലി. ഇവിടെ ഈ കാപ്പഡോഷ്യ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റോക്ക് ഫോർമേഷൻസ് കാണാൻ പറ്റും, പല ഷേപ്പിൽ. അതായത് ഇതിന്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഓരോ റോക്കിനും ഓരോ ഷേപ്പാണ്. നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അതിനെ ഏത് വേണമെങ്കിലും ആക്കി ഇമാജിൻ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന് ഇമാജിനേഷൻ വാലി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, ഈ ഇവിടുത്തെ കേവ് ഹൗസസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ കേവിന്റെ ഉള്ളിലൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആ കേവിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോള് കാണാൻ പറ്റും. ഇവിടെയൊക്കെ മനുഷ്യന്മാര് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ആളുകള് മുമ്പെയൊക്കെ ഇങ്ങനെയുള്ള കേവ് ഹൗസസിലാണ് അത്രയും താമസിച്ചിരുന്നത് ഇതിന്റെ ഉള്ളില്. ഇപ്പൊ അങ്ങനെയുള്ള കേവ് ഹൗസസ് ഒക്കെ ഹോട്ടലുകളായി മാറിയെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു പാമ്പിനെ പോലെ ഇല്ലേ, ഒരു പാമ്പിനെ പോലെ, ഇതിനെ കണ്ട ഒരു തവളയെ പോലെ, ഇതിനെ കണ്ടാൽ ഒരു അലിഗേറ്ററിനെ പോലെ, ഇതിനെ കണ്ടാൽ ഏതോ ഒരു മൃഗം വായ തുറന്നിങ്ങനെ നിൽക്കുന്ന പോലെ ഇല്ലേ. അങ്ങനെ ഇവിടെ ഓരോ റോക്ക് കണ്ടാലും ഓരോ ഷേപ്പ് നമുക്ക് തോന്നും. ഓരോന്നായി നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാം. അതുകൊണ്ടാണ് ഇമാജിനേഷൻ വാലി. Ghost? Ah, yes. Correct. Yeah. And this is a thumb. This is a fist. അതായത് നമ്മളെ കൈ ഇങ്ങനെ മുഷ്ടി പിടിച്ചിരിക്കുന്ന പോലത്തെ. This is the thumbs up one. Thumbs up. Okay? Thumbs up. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. This is a thumbs up one. This is a ghost one. And this is the fist one. ഇതെല്ലാം പറയുന്നത് വോൾക്കാനോ, അതായത് ഇതിന്റെ കണ്ടന്റ്, ഈ പറയുന്ന പാറക്കെട്ടുകളെല്ലാം ഉണ്ടായത് വോൾക്കാനോ, പണ്ട് ഇവിടെ ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ടായിരുന്നു. ആ വോൾക്കാനോന്റെ ലാവയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതിനുശേഷം നദികളും അതുപോലെ ഇറോഷൻ സംഭവിച്ചിട്ട് പല രീതിയിൽ കാറ്റ്, നദികള്, മഴ, അങ്ങനെയുള്ള പല ഇറോഷൻസും സംഭവിച്ചിട്ടാണ് ഇതിന് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പല ഷേപ്പുകളും കിട്ടിയതെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ പാറക്കെട്ടിലും ഓരോ ഷേപ്പുണ്ട്. ആസ് ഇഫ് ലൈക്ക് ഇത് ആരോ വന്ന് ഇങ്ങനെ കാർവ് ചെയ്തുണ്ടാക്കിയതുപോലെ. അത്രയും മനോഹരമായിട്ടുള്ളൊരു, ശരിക്കും ഒരു ഇമാജിനേഷൻ വാലി. ഓരോ പാറക്കെട്ട് കാണുമ്പോഴും നമുക്ക് ഓരോന്ന് തോന്നും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ കിങ് കോങ്ങിനെ പോലെ ഇല്ലേ, ഒരു നമ്മുടെ ഗൊറില്ല കിങ് കോങ്ങിനെ പോലെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ഓരോന്നിനും ഓരോ ഷേപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇമാജിനേഷൻ വാലി അല്ലെങ്കിൽ ഡെർവൻ വാലി കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവനോസിലാണ്. ഇവിടെ ഈ ടർക്കിയിൽ ഇവർ പറയുന്നത്, പ്രത്യേകിച്ച് കാപ്പഡോഷ്യയിൽ ഈ അവനോസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോട്ടറി, അതായത് നമ്മുടെ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട, സ്ത്രീകളുടെ അല്ല അല്ലെ, പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് കളിമണ്ണ് ഉണ്ടാക്കല്. സ്ത്രീകളുടെ വീവിങ്, അതായത് നമ്മുടെ കാർപ്പറ്റ്, മെത്തയൊക്കെ വീവ് ചെയ്യുന്നതാണ് സ്ത്രീകളുടെ. അപ്പോൾ ഇവര് പറഞ്ഞൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആണുങ്ങള് ഈ പറയുന്ന പോട്രി, കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ അവരെ ട്രെയിനിങ് എടുത്ത് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെണ്ണ് കിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് കഥയാണ് കേട്ടോ, സത്യമായിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കിബേല എന്ന് പറയുന്ന അവരുടെ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റിയാണ്. അതായത് ടർക്കിയുടെ നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഗോഡസ് ആയിട്ട് കാണുന്ന അവരാണ് കിബേല. ഓക്കെ, ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും കളിമണ്ണിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവര് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിന്റെ സ്റ്റാച്ചു ആണ് ഇവരിവിടെ കളിമണ്ണിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഷീ ഈസ് ദ ഗോഡസ് ഓഫ് ടർക്കി, ഗോഡസ് ഓഫ് കിബേല. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ പോട്രി, കളിമണ്ണ് ഉണ്ടാക്കുന്ന ആ സംഭവങ്ങൾ കാണാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഓരോരുത്തരും നമ്മൾ കാണുന്ന വെറും കളിമൺ പാത്രങ്ങളല്ല, ഭയങ്കര നല്ല ഭംഗിയുള്ള പെയിന്റിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതൊക്കെ കളിമണ്ണിലാണ്. ഇവരിത് 2 നിറത്തിലുള്ള വൈറ്റ് കളിമണ്ണും റെഡ് കളിമണ്ണും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് റെഡ് റിവർ. ആ റെഡ് റിവറിൽ നിന്ന് കിട്ടുന്ന കളിമണ്ണാണ് അത്ര റെഡ് കളിമണ്ണ്. അപ്പം അത് വെച്ചിട്ടാണ്, അപ്പോൾ ഈ റെഡ് റിവറിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് അവനോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ കളിമൺ ബിസിനസ്സിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ,
എന്ത് ഭംഗിയുള്ള കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലവർ കളർ ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വൈറ്റ് കളിമണ്ണും ഉണ്ട്, റെഡ് കളിമണ്ണും ഉണ്ട്. അപ്പോൾ ഈ റെഡ് കളിമണ്ണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവനോസിന്റെ ഈ നദീതീരം റെഡ് റിവറിന്റെ സൈഡിലായതുകൊണ്ട് ഇവരെ ധാരാളമായിട്ട് അവർക്ക് കളിമൺ പാത്രങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇപ്പൊ അവർ പറഞ്ഞത് ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കട അല്ലെങ്കിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കളിമൺ ബിസിനസ്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കളിമൺ പാത്രങ്ങളും അതിന്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്നാണ്. Comes from the Red River in Avanos. Maybe you're concerned with your guide, you already saw the Red River, right? We make a daily functional things because red clay is not strong and not powerful much. That's why we are using for just small thing. The second one which we use, white clay, comes from the mountains, especially big mountains in Turkey. All items made from white clay. But dear guests, we are working more than 55 masters, peoples. Some of them has a experience and ability. More than 30-35 years experience they has, right? That's why they call Miss Grandmasters and Masters. They can use different material. നെക്സ്റ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ബാപ്പു? അണ്ടർഗ്രൗണ്ട് സിറ്റി കേവ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ ഉള്ളിലാണ്. ഇതിൻ്റെ ഹിസ്റ്ററി കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇത് 15,000 BC ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കിയത് ഇവിടുത്തെ ലോക്കൽസ് ആണെന്ന് പറയുന്നു. ടർക്കി അവർക്കും അറിയില്ല ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ആണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കിയത് 15,000 BC എന്നാൽ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള, അതായത് ഭൂമിക്കടിയിലുള്ള ഫ്ലോർ ഉണ്ടാക്കിയത് 700 AD റോമൻസ് ആണ്. അതായത് മുസ്ലിം എംപയർ വന്നപ്പോൾ അവർ റോമൻസിനെ, അന്ന് തുർക്കിയിലെ റോമൻസ് ആയിരുന്നു, റോമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനും അവരിൽ നിന്ന് ഒളിച്ച് താമസിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. കാരണം അവര് ഭക്ഷണം പാകം ചെയ്തിരുന്ന സ്ഥലങ്ങള്, മൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന സ്ഥലങ്ങൾ, അതുപോലെ ചിമ്മിനി, കാരണം മുകളിലേക്ക് പുക വിടാൻ പറ്റാത്തത് കൊണ്ട്, കാരണം ശത്രുക്കൾ കാണില്ലേ, അപ്പൊ അതുകൊണ്ട് ഹൊറിസോണ്ടൽ ചിമ്മിനികളാണ് ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ഇവിടെ കംപ്ലീറ്റ് റോക്കാണ്, വോൾക്കാനോ റോക്കാണ് എല്ലാം സംഭവങ്ങൾ. അപ്പൊ ഈ വോൾക്കാനോ റോക്കാണ് ഇതിന്റെ മെറ്റീരിയൽ. അപ്പോൾ ഈ വോൾക്കാനോ റോക്ക് ഈ പുകയൊക്കെ സ്പഞ്ച് പോലെ അബ്സോർബ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി ഇതിന്റെ ഉൾഭാഗത്തേക്ക് പോകാൻ, ഇത് കൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ടണൽസ് ആണ്. നമ്മൾ ഈ പുനർജനി ഇതൊക്കെ നോക്കുന്ന പോലെ വളരെ നാരോ ടണൽസ് ആണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നടക്കാൻ പറയുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള ടണലുകളാണ് അധികവും. അപ്പോൾ അത് കൂടെ പോയി അപ്പുറത്തെത്തിയിട്ടുണ്ട്. They also did the same thing, narrow tunnels, because Americans bigger than Vietnamese. Same thing also here. Vietnam, we had to crawl, much more narrower than this. Also, Sevilla, same thing. Narrow streets, Arabs, very. Arabs still Jews, all here. So everybody was there. Same purpose also here. Also here, as you see, it is like a labyrinth, like a maze. When you come here as an enemy, you never know which tunnel goes where. They can kill, they can ambush you easily. ഇത് ഒരു ടണലാണ്. ദേ ആർ സേയിങ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടണൽസ് ആർ ക്ലോസ്ഡ്. ഇത് അണ്ടർഗ്രൗണ്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുന്നതാണ്, ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടണൽസ് എല്ലാം അവരുടെ വീടുകളിലേക്കും അവരുടെ ബെഡ്റൂമിലേക്കും ഒക്കെ ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. ദിസ് ഈസ് നമ്മുടെ വലിയൊരു ഭരണി അല്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. അവർ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഭരണിയൊക്കെയാണ് ഇതൊക്കെ. ഇതവരുടെ വൈനറിയാണ്. ഇവിടെ വൈൻ ഉണ്ടാക്കി ആ ഭരണികളിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇത്
ഇങ്ങനെയുള്ള ടണലുകൾ വഴി ഈ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് സിറ്റി കണക്റ്റഡ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് അപ്പുറത്തെ ആളുകളെ കാണാൻ പറ്റും. ഇത് ഒരു ഫ്ലോറും വേറൊരു ഫ്ലോറും തമ്മിലുള്ള കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് സിറ്റി ഇത് കിലോമീറ്റർ കണക്കിനുണ്ട് കേട്ടോ ഈ ഇതിന്റെ വലുപ്പം. അപ്പൊ ഇതിൽ താമസിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാൻ, ഇപ്പൊ അവരെ ശത്രുക്കളെ ആക്രമിക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അനാട്ടമി അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് രക്ഷപ്പെടാനും ഈവൻ അവരുടെ വീടുകളിലേക്ക് വരെ നയിക്കുന്ന ധാരാളം ടണലുകൾ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ടണലിൽ കൂടെയാണ് ഇറങ്ങാൻ പോകുന്നത്. 10 മീറ്ററുള്ള ഒരു ടണലാണ്. ഓക്കെ, ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ടണലുകൾ വഴി കണക്റ്റഡ് ആണ്. Yes. Yeah. From your side, do you see the space there? You can go ahead and push it back. The enemies cannot do that from the other side, because other side in the tunnel there is no space. They will try to break this, it will take time. Okay? And this one, not from outside, they took them here, probably here, when they were digging the room. They got a big piece of asymmetrical stone and then they shaped this out. അദ്ദേഹം പറയുന്നത് ആ ഒരു റോക്ക് ഉപയോഗിച്ചിട്ട് അവര് ഇതിലൂടെ വരുന്ന എനിമീസിനെ അടയ്ക്കാൻ, അതായത് ആ ടണൽ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോക്കാണിത് എന്നാണ് പറയുന്നത്. ഇത് നോക്കി, അഥവാ ഇത് നേരെ പുറത്തേക്കാണ്, വലിയൊരു ടണൽ പുറത്തേക്ക്. ഇതിൽ കണ്ടില്ലേ, ആളുകൾക്ക് ചവിട്ടി പോവാനുള്ള സംഭവങ്ങൾ വരെയുണ്ട്. അതായത് എനിമീസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ചവിട്ടി 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 അവർ പുറത്തേക്ക് രക്ഷപ്പെടും. ഇനി നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളെ അല്ലേ. താങ്ക് യു. അവസാനത്തെ ടണലാണ്. ദിസ് ഇസ് ദ ലോങ്സ്റ്റ് ടണൽ ഇറ്റ് സീംസ്. ആൻഡ് കുറെ സംശയങ്ങൾ വന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വരില്ലേ? അപ്പൊ അവര് പറഞ്ഞത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് വോൾക്കാനോ മെറ്റീരിയൽ ആണ്. ഇത് ഒരു സ്പോഞ്ച് പോലെയാണ് അത്ര. ഇതിന് കംപ്ലീറ്റ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഫ്ലഡ് ചെയ്യില്ല എന്ന് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി. പിന്നെ അതുപോലെ ടോയ്ലറ്റ്സിന് ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ വോൾക്കാനോ, ഇവരിങ്ങനെ കുഴിച്ചുണ്ടാക്കുന്ന മഡ് ഉണ്ടാവുമല്ലോ, ആ മഡ് വെച്ചിട്ട് ഇവർ, അതായത് ടോയ്ലറ്റ് പർപ്പസിന് അതെല്ലാം കവർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ആ മഡാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മനുഷ്യന്മാർക്ക് ഇവിടെ കുറെ കാലം ജീവിക്കണ്ടേ, അപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അതിന് അവരുപയോഗിച്ചിരുന്ന ടെക്നിക്സ് ഇങ്ങനെയൊക്കെയാണ് അത്രേ. യെസ്, അപ്പോൾ ഇതാണ് അണ്ടർഗ്രൗണ്ട് സിറ്റി കംപ്ലീറ്റ്. അതായത് ടർക്കിഷ് പീപ്പിൾ, റോമൻസ് ഉണ്ടാക്കിയതാണ്. അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ആണ്, വോൾക്കാനോ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട്, അതായത് ആളുകൾക്ക് എത്രയോ ദിവസം താമസിക്കാനുള്ള അടുക്കള, ബെഡ്റൂം, ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഗുഡ് എക്സ്പീരിയൻസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതാണ് മോങ്ക് വാലി. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ട ഇമാജിനേഷൻ വാലി പോലെ തന്നെ വേറൊരു മോങ്ക് വാലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മഷ്റൂം, കണ്ടില്ലേ, ഇതിന് മഷ്റൂം റോക്ക് അല്ലെങ്കിൽ മഷ്റൂം വാലി എന്ന് പറയുന്നുണ്ട്, ഫെയറി ചിമ്മിനീസ് എന്ന് പറയുന്നുണ്ട്. അതായത് പല രീതിയിലുള്ള പല ഷേപ്പുകളിലുള്ള റോക്കുകൾ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കുറേ കാലത്ത് ഇവരുടെ വോൾക്കാനോ ഇറപ്ഷനൊക്കെ കഴിഞ്ഞ് അതിന്റെ മണ്ണിൽ നിന്ന് പിന്നെ പല ഇറോഷൻസും സംഭവിച്ചിട്ട് ഉണ്ടായതാണ്. പക്ഷെ അതൊക്കെ പല പല ഷേപ്പിലായത് മാത്രം. നിങ്ങളിപ്പോ ഈ കാണുന്ന വെള്ള പൂവില്ലേ, ഇതെന്താണെന്നറിയോ? ദിസ് ഇസ് ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടില്ലേ, ഇപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറയായിരുന്നു, ടർക്കിയാണത്രേ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ആപ്രിക്കോട്ടും ഹേസൽനട്ടും ഫിഗും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം. അപ്പോൾ ആപ്രിക്കോട്ടിന്റെ മരമാണിത്. നല്ല ഭംഗിയുള്ള വെള്ള പൂക്കളാ കേട്ടോ, നോക്കിയേ, നല്ല രസമല്ലേ? സോ ദിസ് ഈസ് എ മോങ്ക് വാലി ആൻഡ് ഫെയറി ചിമ്മിനീസ്. ഓ, പാപ്പു ഇവിടെ ഇരുന്ന് മനോഹരമായി ഊഞ്ഞാൽ കാണാത്ത പോലെ ഊഞ്ഞാലാടുകയാണ്. പാപ്പൂസേ. ഇതിന് മോങ്ക് വാലി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? പണ്ട്, അതായത് ക്രിസ്ത്യൻ മോങ്സ് ഇതിന്റെ മേലെ, നിങ്ങൾക്കിപ്പോ ആ മലയുടെ മേലെ ഒരു പൊത്ത് പോലെ കാണുന്നുണ്ട് അല്ലെ, ഒരു ഓപ്പണിങ്, അതിന്റെ ഉള്ളിലേക്ക് മനുഷ്യന്മാർക്ക് പോവാം. ഇതിന്റെ ഉള്ളിലാണത്രേ അവര് മെഡിറ്റേറ്റ് ചെയ്യാനും അങ്ങനെ അവരുടെ ആ ഒരു സന്യാസ ജീവിതം ക്രിസ്ത്യൻ സന്യാസികള്
ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ വാലിക്ക് മോങ്ക് വാലി എന്ന് പേര് വന്നത്. ഇതാണ് മഷ്റൂം റോക്സ്. യെസ്, നമ്മൾ ഇത്രയും നേരം കണ്ടതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് വേർഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഗൊരേമ എന്ന് പറയുന്ന ഈ പറയുന്ന കപ്പഡോഷ്യയിലെ ഹോട്ട് എയർ ബലൂണും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റോക്ക് ഫോർമേഷൻസ് ഒക്കെയുള്ള ഈ ഗൊരേമയുടെ ഒരു പനോറമിക് വ്യൂ ആണിത്. ഇതിവിടെ കണ്ടില്ലേ, ഈ ഇങ്ങനെ മഷ്റൂം, അതായത് കൂണിൻ്റെ ഷേപ്പിലുള്ള ധാരാളം റോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് ഫെയറി ചിമ്മിനീസ് എന്നും പറയും. അതായത് ഒരു ചിമ്മിനിയുടെ ഷേപ്പിലാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതതിൻ്റെ ഒരു പനോറമിക് വ്യൂ ആണ്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ റോക്ക് ഫോർമേഷൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ.